ഈ വ്യക്തിയെ ഓർക്കുമ്പോൾ നാച്ചുറൽ പെർഫോമർ എന്ന വാക്കാണ് എനിക്ക് മനസ്സിൽ വരുന്നത്. ലാലേട്ടൻ. എന്താ റീസൺ? അത് എന്തിനാ റീസൺ പറയണ്ടല്ലോ. ആവശ്യമില്ല. നാച്ചുറൽ ഓക്കെ. ആക്ടിങ്. അദ്ദേഹത്തിന്റെ മമ്മൂക്കാന്റെ കൂടെ ഇപ്പൊ അഭിനയിച്ചു. ഞാൻ ലാലിന്റെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹമില്ലേ? ഓ തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, നടക്കട്ടെ. അതെ. എപ്പോഴും സ്ക്രീനിൽ കാണാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന താരം. എപ്പോഴും എത്ര കണ്ടാലും എനിക്ക് ബോറടിക്കില്ല. ബോത്ത് മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ രണ്ടുപേരും. രണ്ടുപേരും. ഓക്കെ. ക്യാമറയ്ക്ക് മുൻപും പിന്നിലും ഏറ്റവും ഡിസിപ്ലിൻഡ് ആയ വ്യക്തി എന്ന് തോന്നിയ ആക്ടർ ആരാണ്? ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഏറ്റവും മമ്മൂക്ക. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളത്. നമുക്ക് എനിക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളിലൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മേ ബി റിപ്പീറ്റഡ് ആവും എന്റെ ആൻസേഴ്സ്. ഇതിലും എനിക്ക് തോന്നുന്ന മമ്മൂക്ക തന്നെയാണ്. ടൈം, പഞ്ച്വാലിറ്റി എല്ലാം. അതുപോലെ തന്നെയാണ് ലാലേട്ടനും. ഒരു ടൈം പറഞ്ഞാൽ ആ ടൈമിന് മുമ്പേ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടാവും. ഓക്കെ. അതിപ്പോ ഞങ്ങൾ ഒരു ഇവന്റ് ചെയ്തപ്പോഴാണെങ്കിലും നമ്മളൊരു ട്രസ്റ്റിന്റെ ഭാഗമാണ് ഞങ്ങൾ രണ്ടുപേരും. അവിടെ ലാലേട്ടൻ വരുന്ന ഒരു സമയം പറഞ്ഞാൽ അദ്ദേഹം അതിന് 10 മിനിറ്റ് മുമ്പേ അദ്ദേഹം വിളിച്ചോണ്ടിരിക്കും, ഞാൻ എത്തട്ടെ, വരട്ടെ വരട്ടെ എന്ന് ചോദിച്ചിട്ട്. അത്ര പങ്ക്ച്വൽ ആണ് അദ്ദേഹം. അതെല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും ഒക്കെ. അത് ലാലേട്ടനെ എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ പങ്ക്ച്വൽ ആണെന്നുള്ളത്. ഓക്കെ, സൂപ്പർ.